നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന വിവാദവും കേസും കോൺഗ്രസിനെ സാരമായി ബാധിക്കാൻ പോവുകയാണോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിവാദം കൊടുങ്കാറ്റ് പോലെ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുമോ? ഇപ്പോഴത്തെ പരാതിക്ക് പിന്നാലെ പിന്നെയും പുതിയ പരാതികൾ അലമാല പോലെ വരാനിരിക്കുന്നുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിൽ സ്വീകരിക്കുന്ന സമീപനം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ നയനിലപാടിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട നിർണായക ഘടകങ്ങളിൽ ഒന്നായിരിക്കും. CPIMലെ മുകേഷിനെയും PK ശശിയെയുമെല്ലാം വിമർശിച്ചു മുന്നേറുന്ന കോൺഗ്രസിനും UDFനും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോവുക സാധ്യമല്ല. നിയമത്തിൻ്റെയും കോടതി വ്യവഹാരങ്ങളുടെയും ഏതൊക്കെ സാങ്കേതികതകൾ കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചാലും രാഹുലിൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് കേരളം കണ്ടുകഴിഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊടുക്കാറുള്ള സാധാരണ വിവാദങ്ങളിൽ നിന്ന് വിഭിന്നമായി കോൺഗ്രസ് പാർട്ടിക്കകത്തെ നേതാക്കളും പ്രവർത്തകരുമടക്കം ഈ വിവാദത്തിൽ പരാതിക്കാരാണ്, അല്ലെങ്കിൽ ഇരകളാണ്. ഇപ്പോഴത്തെ പരാതിക്ക് ആധാരമായ വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോകളും പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരികയും കോൺഗ്രസ് അയാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കുകയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. രാഹുൽ ഉണ്ടാക്കുന്ന വിവാദങ്ങളുടെ ഭാരമേറ്റുന്നത് നല്ലതായിരിക്കില്ല എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. അതുമാത്രമല്ല, ഇദ്ദേഹം പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ള ആളാണെന്നും നേതൃത്വം അന്ന് മനസ്സിലാക്കി. പക്ഷേ എന്നിട്ടും ഇപ്പോൾ പൊട്ടിയ ഈ ബോംബ് കോൺഗ്രസിൻ്റെ മുഖത്തേക്കും ചീളുകൾ തെറിപ്പിക്കുന്നു. എന്താവാം അതിന് കാരണം? ഇതിൽ എവിടെയൊക്കെയാണ് കോൺഗ്രസിന് പിഴച്ചുപോയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അതിവേഗം വളർച്ച പ്രകടമാക്കിയ യുവ നേതാവിനെ അയാളുടെ പരിധി കവിഞ്ഞ ആത്മവിശ്വാസം എങ്ങനെയൊക്കെയാണ് പരിക്കേൽപ്പിച്ചത്? ഉത്തരവാദപ്പെട്ട കസേരയിൽ ഇരുന്ന് മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാർട്ടിയെയും മുന്നണിയെയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാക്കുക, അധികാരത്തിലേക്ക് വഴിതെളിക്കുക എന്നതൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുന്നിലുണ്ടായിരുന്ന ദൗത്യം. 2 തവണ അധികാരത്തിൽ നിന്ന് പുറത്തുപോയ പാർട്ടിയെ തിരികെ കൈപ്പിടിച്ചുയർത്താൻ ആ പാർട്ടിക്ക് വേണ്ടത് വിശ്വാസ്യതയും ആത്മാർത്ഥതയും പോരാട്ട വീര്യവുമൊക്കെയുള്ള യുവാക്കളെയായിരുന്നു. അക്കൂട്ടത്തിൽ പേരെഴുതി ചേർത്തിരുന്ന നേതാക്കളിൽ ഒരു പ്രമുഖനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉയർച്ചയ്ക്കൊപ്പം തന്നെ രാഹുലിനെക്കുറിച്ച് പലവിധ കഥകളും അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അവയെല്ലാം രാഷ്ട്രീയ എതിരാളികളുടെ കൊതിക്കെറുവായി മാത്രം അവഗണിച്ചാട്ടിപ്പോകാൻ രാഹുലിന് കഴിഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഹുലിനെതിരെ കേട്ട കഥകളെല്ലാം യാഥാർത്ഥ്യമാവുകയും സ്ത്രീകളെ വലവീശി പിടിച്ച് വ്യക്തിമോഹം തീർക്കുന്നൊരു വികലഹൃദയൻ, ഇരപിടിയൻ അയാളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് കേരളം തിരിച്ചറിയുകയും ചെയ്തു. രാഹുലിൻ്റെ വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോകളും പുറത്തു വന്നതിന് പിന്നാലെ രാഹുലിൽ നിന്ന് അനുചിതമായ പെരുമാറ്റം നേരിടേണ്ടി വന്ന പലരും ഇൻബോക്സ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളുമായി രംഗത്ത് വന്നു. അച്ചടിച്ചു വെച്ച വാക്കുകളുമായി വന്ന് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് അടിതെറ്റിപ്പോയി. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അയാളെ ചുമക്കാൻ കഴിയുന്ന നിലയായിരുന്നില്ല അപ്പോഴത്തേത്. വലിയ കോലാഹലങ്ങളെയും ക്രമക്കേട് വിവാദങ്ങളെയും മറികടന്ന് നേടിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം ആദ്യം തെറിച്ചു. പിന്നാലെ പാർട്ടി അംഗത്വവും ഒഴിവാക്കി കോൺഗ്രസ് തലയൂരാൻ അതിവേഗം ശ്രമിക്കുന്നതാണ് കണ്ടത്. പക്ഷേ എന്നിട്ടും അത് എന്തുകൊണ്ട് ഫലവത്തായില്ല? എവിടെയായിരുന്നു ആ പാർട്ടിയുടെ ദുരന്തം? ദുരന്തം കോൺഗ്രസിനകത്തു തന്നെയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിനോട് ധീരമായി പോരാടിക്കൊണ്ടിരുന്ന ഒരു നേതാവിനെ കേവലമൊരു ലൈംഗിക ആരോപണത്തിൻ്റെ പേരിൽ മാത്രം പുറത്താക്കിയ നേതൃത്വത്തിൻ്റെ നിലപാട് അംഗീകരിക്കില്ല എന്ന ഹൂംകാരവും മുഴക്കി ഒരു സംഘം രാഹുൽ അനുകൂലികൾ സോഷ്യൽ മീഡിയയുടെ തെരുവിലിറങ്ങി. അവർ CLP ലീഡർ VD സതീശനെതിരെ അധിക്ഷേപത്തിൻ്റെ പെരുമ്പറ മുഴക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഈ പാർട്ടിയെ ഇനിയില്ല എന്ന മട്ടിൽ
കോൺഗ്രസ് സമീപകാലത്താർജിച്ചെടുത്ത ഐക്യവഴിയുടെ കുറുകെ കലഹത്തിൻ്റെ പുതിയൊരു കൊടി നാട്ടി മാങ്കൂട്ടത്തിലിൻ്റെ സൈബർ സംഘം. അവർ സ്വന്തം നേതാക്കൾക്കെതിരെ പോലും പരിധി വിട്ട അശ്ലീലവുമായി കളം നിറഞ്ഞാടി. വിലക്കെടുക്കപ്പെട്ട യൂട്യൂബർമാർ VD സതീശനെ അധിക്ഷേപിച്ചും രാഹുലിനെ മഹാനാക്കിയും ഡസൻ കണക്കിന് കണ്ടന്റുകൾ കുത്തിച്ചെലുത്തിക്കൊണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഉപതെരഞ്ഞെടുപ്പിലെയും വിജയങ്ങൾ നൽകിയ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസവും ഐക്യബോധവും തകർന്ന് തരിപ്പണമായി. ആഭ്യന്തര രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കാത്തുകാത്തിരുന്ന് ഒരു വിഷയം കിട്ടിയ ആവേശത്തിൽ സംസ്ഥാന നേതാക്കളിൽ ചിലരും തന്ത്രപരമായി രാഹുലിൻ്റെ പിന്തുണക്കാരായി രംഗത്തു വന്നു. അതോടെ ദുരന്തം പൂർണ്ണമായി. ദിവസങ്ങളോളം ഒളിമുറിയിൽ കാത്തിരുന്ന രാഹുൽ പതിയെ രംഗപ്രവേശം ചെയ്തു. നിയമസഭാ സമ്മേളനത്തിൽ വരുന്നു, പൊതുപരിപാടികളുടെ ഭാഗമാകുന്നു, രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഒരു യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദം തൻ്റേതാണോ എന്ന ചോദ്യത്തിന് അയാൾ ഉത്തരം പറഞ്ഞില്ല. തെളിവുകൾ പുറത്തുവന്ന ഓരോ ഘട്ടത്തിലും തനിക്ക് സൗകര്യമുള്ളപ്പോൾ വ്യക്തത വരുത്തുമെന്ന ധാർഷ്ട്യ മനോഭാവം അയാൾ കാത്തുപോന്നു. ഒറ്റ നോട്ടത്തിലും ഒറ്റ കേൾവിയിലും എല്ലാവർക്കും അറിയാം അത് ആരുടെ ശബ്ദമാണ് എന്ന്, ആരുടെ മെസ്സേജുകളാണെന്ന്. അതുകൊണ്ട് തന്നെ അവയൊന്നും തൻ്റേതല്ല എന്ന് വാദിക്കാൻ രാഹുലിന് പറ്റിയില്ല. തൻ്റേതാണെന്ന് പറയാനും കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ അതോടെ അടർന്നു വീഴും അയാളുടെ രാഷ്ട്രീയ ധാർമ്മികതയുടെ കപടഗോപുരം. അതുകൊണ്ട് ഉത്തരം പറയാതെ ആടി കളിച്ചു ഒന്നിനെയും ഭയമില്ല എന്ന ധീരവർത്തമാനം പറഞ്ഞു നടന്നിരുന്ന പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. അയാൾ വ്യക്തത വരുത്താത്തിടത്തോളം കാലം കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ അനുഭാവികളും പൊതുവിടത്തിൽ നിന്ന് നാണം കെടുന്നു. തമ്മിലടിച്ച് അവർ ഇളിഭ്യരാകുന്നു. ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും അതിന് പിന്നാലെ വന്ന കേസും സത്യത്തിൽ കോൺഗ്രസിനെ ബാധിക്കുമായിരുന്നു. തുടക്കത്തിലെ ശരിയാവണ്ണം നീങ്ങിയിരുന്നുവെങ്കിൽ ഇതൊരിക്കലും കോൺഗ്രസിനോ UDFനോ ഒരു ബാധ്യതയാകുമായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ വളഞ്ഞ ബുദ്ധിയാണ് ഈ നിലയ്ക്കുള്ള ഒരു പതനത്തിലേക്ക് കാര്യങ്ങളെയെല്ലാം എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാം. ലൈംഗിക ആരോപണത്തിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തുവെന്ന് അവകാശപ്പെട്ടുവെങ്കിലും കോൺഗ്രസിലെ സംസ്ഥാന നേതാക്കൾ മുതൽ താഴേക്കുള്ള നല്ലൊരു പക്ഷം പാർട്ടിക്കാർ പിന്നെയും മാങ്കൂട്ടത്തിലിനെ കൊണ്ടു നടന്നു. അയാൾ നിയമസഭയിൽ വന്നാൽ എന്താണ് കുഴപ്പം, അപ്പുറത്തുമില്ലേ ആരോപണ വിധേയർ എന്ന ന്യായവാദം മുന്നോട്ട് വെച്ചു സീനിയർ നേതാക്കൾ. പിന്നാലെ രാഹുൽ നിയമസഭയിൽ വന്നു. നിയമസഭയിലേക്ക് അയാളെ ആനയിച്ചത് തലസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ്. പിന്നാലെ MLA പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്നു. അവിടെയും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അയാളെ കൊണ്ടു നടക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രാദേശിക ഓഫീസുകളിൽ അദ്ദേഹം നിത്യ സന്ദർശകനാകുന്നു. തദ്ദേശ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രധാന അതിഥിയാകുന്നു. കോൺഗ്രസിൻ്റെ സ്ക്വാഡുകൾക്കൊപ്പം വീട് കയറുന്നു. സംസ്ഥാന നേതൃത്വം അത് നോക്കി നിൽക്കുന്നു. രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ആരാണ്? സസ്പെൻഡ് ചെയ്തു എന്ന കള്ളത്തരം പറഞ്ഞ് മലയാളിയെ പറ്റിക്കാമെന്നും തന്ത്രപരമായി അയാളെ മുഖ്യധാരയിലേക്ക് തിരുകി കയറ്റാമെന്നും രാഹുലിൻ്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിൽ കണക്കുകൂട്ടി. ഒളിവുവാസത്തിനു ശേഷം മടങ്ങിയെത്തിയ രാഹുലിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാൻ ഷാഫി പാലക്കാട്ടെ പാർട്ടിക്കാരെ ചട്ടം കെട്ടി. ഒരു ഘട്ടത്തിലും രാഹുലിനെ അയാൾ തള്ളിപ്പറഞ്ഞില്ല. രാഹുലിൻ്റെ പേരിൽ തൻ്റെ ആരാധക കൂട്ടം VD സതീശനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുമ്പോഴും അത് തടയാൻ ഷാഫി ഒരു ഇടപെടലും നടത്തിയില്ല. സതീശനേക്കാൾ ജനപിന്തുണയുള്ള നേതാക്കളാണ് ഞാനും രാഹുലുമെന്ന് കാണട്ടെ നേതൃത്വം, കാണട്ടെ കേരളം എന്ന മട്ടിലായിരുന്നു ഷാഫിയുടെ നിൽപ്പെന്ന് പറയാം. ഒരു കാര്യം കൂടി പറയണം, ഷാഫി ഒരിക്കലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന വാചകവും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ കേരളത്തിലെ പാർട്ടിയാകെ പിടിച്ചുകുലുക്കിയ
ഒരു ലൈംഗികാരോപണ കേസിൽ അദ്ദേഹം വ്യക്തതയുള്ള ഒരു നിലപാട് ഇനിയും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിലപാട് പറയാത്തതിൻ്റെ ഗുണഭോക്താവ് ആരാണ്? നിശ്ചയമായും അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലാതെ മറ്റാരുമല്ല. ഇപ്പോൾ ഈ കേസ് വന്ന ഘട്ടത്തിലും ഷാഫിക്ക് ഉറപ്പുള്ള ഒരു വാചകം പറയാനില്ല എന്നത് കാണേണ്ടതാണ്. പാർട്ടിയേക്കാളും മുന്നണിയേക്കാളും അതിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കാളും ഒരു ഹാബിച്വൽ ഒഫൻഡറെ സംരക്ഷിക്കുന്നതാണ് മുഖ്യം എന്ന് ഇവരെല്ലാം കണക്ക് കൂട്ടുന്നു. കേരളത്തിൽ ഗിവൻ സിറ്റുവേഷനിൽ മറ്റേത് പൊളിറ്റിക്കൽ പാർട്ടി റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാളും നന്നായി കോൺഗ്രസ് പാർട്ടി ആ ഇഷ്യൂവിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ലീഗൽ ബാറ്റിലായി മാറിയിട്ടുണ്ട്. ഇനി നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അതിലെന്താണ് കേസും ഫൈൻഡിങ്സും തീരുമാനങ്ങളും എന്നുള്ളത് വരട്ടെ. അതിൽ കൂടുതലോ അതിൽ കുറഞ്ഞോ പിന്നെ ഒരു സംസാരം ബീങ് എ KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്കോ പാർട്ടിയുടെ ഒരു അംഗം എന്നുള്ള നിലക്കോ എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടതായിട്ട് തോന്നിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ നേരത്തെ പോവാത്തത്, ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കാത്തത്. ഷാഫി മാത്രമല്ല, മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് മുന്നണിയുടെ താൽപ്പര്യത്തിനൊപ്പിച്ചുള്ള സമീപനമല്ല. പിണറായി വിജയനെ പരിധി കവിഞ്ഞാക്രമിക്കുന്ന യുവ നേതാവിനെ സംരക്ഷിക്കേണ്ടത്, എന്തു വില കൊടുത്തും ചേർത്ത് നിർത്തേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന വൈകാരിക രാഷ്ട്രീയ ചിന്തയാണ് പലയിടത്തും ലീഗുകാരെ സ്വാധീനിച്ചത്. സോഷ്യൽ മീഡിയയിൽ രാഹുലിന് സംരക്ഷണ കവചമൊരുക്കാൻ മെനക്കെടുന്നവരിൽ നല്ലൊരു പങ്കും ലീഗ് പ്രൊഫൈലുകളാണ് എന്നത് പ്രത്യേകം കാണണം. തന്ത്രപരമായ മടങ്ങിവരവിന് ശ്രമിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ ആശാസമരവേദിയിലും ഒരിക്കലെത്തി. അവിടേക്ക് വരേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ പോകാതെ താൻ വരില്ല എന്ന് ശഠിച്ചു. രാഹുലിന് ഒടുവിൽ സമരവേദി വിട്ട് പോവേണ്ടി വന്നു. തൊട്ടുപിന്നാലെ രാഹുലിന് വേദി ഒരുക്കിയത് മുസ്ലിം യൂത്ത് ലീഗാണ്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ലീഗ് പരിപാടിയിൽ രാഹുൽ മുഖ്യ അതിഥിയായി വന്ന് പ്രസംഗിച്ചു. സതീശനും കോൺഗ്രസും ഒഴിവാക്കിയാലും ഞങ്ങൾ ചേർത്തുപിടിക്കും എന്ന മട്ടായിരുന്നു ലീഗുകാർക്ക്. PK ഫിറോസിനെ പോലെയുള്ള നേതാക്കൾ ഒരു ഘട്ടത്തിലും രാഹുലിനെ പരിധി വിട്ട് തള്ളിപ്പറയാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുന്നത് പോലെ. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഇപ്പോൾ വന്നിട്ടുള്ള ഈ പരാതി കോൺഗ്രസിന് വലിയ ആഘാതമാകാനുള്ള പ്രധാന കാരണം രാഹുൽ ഇപ്പോഴും പാർട്ടിക്ക് അകത്തു തന്നെയാണ് എന്നതാണ്. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾക്കെതിരെയുള്ള ആരോപണമായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇത് പുല്ലുപോലെ തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് കഴിയില്ല. കാരണം പാലക്കാട് വഴി രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള അപഹാസ്യമായ പണിയെടുത്തുകൊണ്ടിരിക്കെയാണ് കോൺഗ്രസിന് ഇരുട്ടടിയായി ഈ പരാതി വരുന്നത്. മുതിർന്ന നേതാവും കാസർഗോഡ് MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം ശ്രദ്ധിക്കേണ്ടതാണ്. വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്ന് ഈ മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ്. ഇത് രാഹുൽ വടി കൊടുത്തു മേടിച്ച അടിയാണെന്ന് പറയുന്നു ഉണ്ണിത്താൻ. ഇരയെ പ്രകോപിപ്പിച്ചും മാധ്യമങ്ങളെ അവഹേളിച്ചുമാണ് രാഹുൽ ഈ സാഹചര്യം സൃഷ്ടിച്ചത് എന്ന്. അതിൽ ചില കാര്യങ്ങളുണ്ട്. രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന യുവതിയെ അദ്ദേഹം ഏകപക്ഷീയമായ നിർബന്ധത്തിലൂടെ ഗർഭിണിയാക്കുന്നു. പിന്നീട് തൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന ന്യായം പറഞ്ഞ് ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്നു. ഇതാണ് പരാതി. ഇതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തെളിവുകളൊന്നും പൊതുമധ്യത്തിൽ രാഹുൽ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാതെ യുവതിയെ സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന് വേട്ടയാടാൻ എറിഞ്ഞുകൊടുത്തു. രാഹുലിൻ്റെയും ഷാഫിയുടെയും അണികൾ അവളെ അഭിസാരികയെന്നും രണ്ടാം സരിതയെന്നുമൊക്കെ വിളിച്ച് ആക്ഷേപിച്ചു. ഇതേക്കുറിച്ചെല്ലാം ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളോട് നിഷേധാത്മകമായ ധാർഷ്ട്യം പ്രകടമാക്കി നെഞ്ചു വിരിച്ചു നിൽക്കാനാണ് രാഹുൽ ശ്രമിച്ചത്. എന്നു മാത്രമല്ല, പാർട്ടിയേക്കാളും മുകളിലാണ്, മറ്റേതു നേതാവിനേക്കാളും മേലെയാണ് തൻ്റെ ജനപ്രീതിയെന്ന് തെളിയിക്കാൻ രംഗപടമിട്ടുകൊണ്ടേയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുതന്നെയാണ് അയാൾക്കിന്ന് ഏറ്റവും വലിയ തിരിച്ചടി സമ്മാനിച്ചത് എന്ന് പറയുന്നത് ആരാണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസിൻ്റെ MP. ഈ KPCC സ്വീകരിച്ച നടപടി അത് ശിരസ വഹിച്ച് കുറെ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. സോഷ്യൽ മീഡിയയിലെ മുഖമുള്ളവരും ഇല്ലാത്തവരുമായ ആൾക്കൂട്ടമാണ്
കേരളമെന്ന് വിചാരിച്ച് ഈ പ്രശ്നത്തെ സമീപിച്ചാൽ അത് കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും രാഹുലിൻ്റെ ഗോഡ്ഫാദറിനെയുമെല്ലാം നിലയില്ലാക്കായത്തിലേക്ക് തള്ളിയിടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായ സജന ബി സാജൻ ഇക്കാര്യത്തിൽ പരസ്യമായി സ്വീകരിച്ച നിലപാട് കേരളത്തിലെ കോൺഗ്രസിനകത്തെ വനിതകളുടെ പൊതുസമീപനത്തിൻ്റെ പ്രകടനമായിരുന്നു. നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്നും പലതിനുമുള്ള പ്രോത്സാഹനമാണെന്നും സജന തുറന്നു പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കൾ അടങ്ങുന്ന സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സജന AICCക്ക് ഒരു കത്തുമയച്ചു. ഒരച്ചടക്ക നടപടി നേരിടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ആ ഒരു മാനദണ്ഡം പോലും പാലിക്കാതെ വീണ്ടും പാർട്ടിക്കായി ഇറങ്ങുമ്പോൾ അത് പല കോണുകളിലും, പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ പല കോണുകളിലുമുള്ള പാർട്ടിക്ക് അത് വലിയ രീതിയിൽ അത് ദോഷം ചെയ്യും. പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ പുറത്താക്കണം. താര ടോജോ അലക്സിനെ പോലെയുള്ള യുവ നേതാക്കളും രാഹുലിനെ പോലെയുള്ള നേതാക്കളെ കൊണ്ടു നടക്കേണ്ട ഗതികേട് ഈ പാർട്ടിക്കില്ലെന്നും ഇത്തരക്കാരെ താങ്ങുന്നത് ഭാവിയിലും വലിയ അപകടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പും നൽകി. ഉമാ തോമസ് MLA അടക്കമുള്ളവർ, KC വേണുഗോപാലിൻ്റെ ഭാര്യയെപ്പോലെയുള്ളവർ, ഇവരൊക്കെ ഈ കാര്യത്തിൽ വിഷയത്തിൻ്റെ ഗൗരവവും സത്യാവസ്ഥയും മനസ്സിലാക്കി ആദ്യം പ്രതികരിച്ചവരാണ്. പിന്നീട് മിണ്ടാതാവും വിധം അവരെയെല്ലാം നിശബ്ദരാക്കിയത് ഷാഫിയുടെയും രാഹുലിൻ്റെയും സൈബർ പടയാണ്. ഈ വെട്ടുകിളിക്കൂട്ടം കോൺഗ്രസിന് ഉണ്ടാക്കിക്കൊടുത്ത നേട്ടം എന്താണ്? രാഹുലിൻ്റെ സത്യസന്ധമല്ലാത്ത പ്രതികരണങ്ങളുടെ ചുവട് പിടിച്ച് അയാളുടെ ആരാധക കൂട്ടം പറഞ്ഞു നടന്ന പൊള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. വിവാഹിതയായ യുവതി അത് മറച്ചുവെച്ചാണ് രാഹുലുമായി ബന്ധമുണ്ടാക്കിയത് എന്നാണ് രാഹുൽ അനുകൂലികൾ പറയുന്നത്. എന്നാൽ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞാണ് യുവതി താനുമായി ബന്ധം സ്ഥാപിക്കുന്നതെന്ന് ജാമ്യ ഹർജിയിൽ രാഹുൽ തന്നെ സമ്മതിക്കുന്നു. ഓഡിയോയിൽ കേൾക്കുന്നത് തൻ്റെ ശബ്ദമാണെന്ന് സമ്മതിക്കുന്ന രാഹുൽ പക്ഷേ ഗർഭഛിദ്രത്തിന് താൻ നിർബന്ധിച്ചിട്ടില്ല എന്നും യുവതി ഗർഭിണിയായി എന്ന വിവരം തനിക്കറിവില്ലെന്നും വാദിക്കുന്നു. എന്നാൽ ഗർഭം ഒഴിവാക്കാൻ രാഹുൽ അവരെ നിർബന്ധിക്കുന്ന ഓഡിയോ കേരളം കേട്ടുകഴിഞ്ഞു. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ. ഡ്രാമ എന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ കാണിക്കാൻ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. ഇതിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്. ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? അങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യരുടെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. നിന്നെ കൊല്ലാൻ എനിക്കൊരു നിമിഷം മതിയെന്നും രാഹുൽ പറയുന്നുണ്ട്, നാം കേട്ടു. യുവതി ഗർഭം ധരിക്കുന്നത് ഭർത്താവിൽ നിന്നായിരിക്കാമെന്ന് രാഹുൽ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നു. അതേ രാഹുൽ തന്നെ യുവതിയോട് ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുന്നതും നാം കേട്ടു. ഒരു നിലയ്ക്കുമുള്ള സത്യസന്ധത രാഹുലിൽ ഒരു ഘട്ടത്തിലും പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. പരാതിപ്പെട്ട യുവതി BJP നേതാവിൻ്റെ ഭാര്യയാണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുള്ള ചാനലിൽ ജോലി ചെയ്യുകയാണെന്നും അതിനാൽ ഈ നീക്കത്തിനെല്ലാം പിന്നിൽ തനിക്കെതിരായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുമാണ് രാഹുൽ വാദിക്കുന്നത്.
പരാതി നൽകിയത് പോലീസ് സ്റ്റേഷനിലല്ലല്ലോ, മുഖ്യമന്ത്രിക്ക് നേരിട്ടല്ലേ, അതിൽ തന്നെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുടെ തെളിവുണ്ട് എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുന്നു. പോലീസിൻ്റെ അസാധാരണമായ വേഗതയുള്ള നടപടികൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ തെളിവാണെന്ന് രാഹുൽ പറയുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ ഇര തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഗൗരവതരമായ പരാതികൾ കൊടുത്താൽ വേഗത്തിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നാണ് രാഹുൽ പറയുന്നത്. ഇതിനു മുൻപ് കേരളത്തെ പിടിച്ചുകുലുക്കിയ വിവാദങ്ങൾ പലതിലും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന്, വേഗത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതി ഉയർത്തിയ അതേ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പറയുന്നു, തനിക്കെതിരായ പരാതിയിൽ പോലീസ് വേഗത്തിൽ നീങ്ങുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ, രാഷ്ട്രീയ ശത്രുതയുടെ ഭാഗമായാണെന്ന്. എന്തൊരു വിരോധാഭാസം! ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പരസ്പര വിരുദ്ധമായതോ അല്ലെങ്കിൽ അനുയായികൾ പ്രചരിപ്പിക്കുന്നതിന് അപ്പുറമുള്ളതോ ആയിട്ടുള്ള വിശദീകരണങ്ങൾ, ന്യായവാദങ്ങൾ, ഇതൊന്നും താൻ നടത്തിയ അതിക്രമങ്ങൾക്ക് കവചമാകുന്നില്ല എന്ന് രാഹുൽ മനസ്സിലാക്കുന്നുണ്ടാകുമോ? കോടതിയിലെ കേസും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പോക്കും രണ്ടു വഴിക്കായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി മുഖപത്രമായ വീക്ഷണം ഇന്ന് രാഹുലിനെ പിന്തുണച്ച് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പത്രത്തിൻ്റെ ന്യായീകരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDFനെയും BJPയെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതാണ് രാഹുലിന് എതിരായ വിരോധത്തിന് കാരണമെന്നും കോൺഗ്രസിൽ വളർന്നുവരുന്ന ചെറുപ്പക്കാർ ശത്രുപാളയത്തിൽ ഭീതി പടർത്തിയിരിക്കുന്നു എന്നുമൊക്കെ പറയുന്നു വീക്ഷണം. തളരാതെയും പതറാതെയും രാഹുൽ മുന്നോട്ടു പോകണമെന്ന് എഴുതി വച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രം. കോൺഗ്രസ് എന്ന കക്ഷിയുടെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ വിധ വിരോധാഭാസങ്ങൾ. ഞാൻ പരിശോധിക്കും. വീക്ഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പാർട്ടി നേതൃത്വം ഒരു നിലപാട് പറയും, തൊട്ടു താഴെയുള്ള നേതാക്കൾ വേറൊന്നു പറയും, അടിത്തട്ടിലെ നേതാക്കളും പ്രവർത്തകരും മറ്റൊന്ന് നടപ്പാക്കും. പാർട്ടി മുഖപത്രം അവർക്ക് തോന്നുന്നത് എഴുതും. ഇതെല്ലാം കാണുന്ന ജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതാണ് ഈ പാർട്ടിയുടെ നയം? എന്താണ് ഈ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്? ജനം എന്താണ് കരുതേണ്ടത്? ഒരു കാര്യം കോൺഗ്രസ് ശരിയാവണ്ണം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല ആ പാർട്ടി. അയാളില്ലെങ്കിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും അയാളില്ലാതെ അടുത്ത തവണ ഭരണം പിടിക്കാൻ കഴിയില്ലെന്നും വിചാരിക്കുന്ന പരിമിതജ്ഞാനികൾ ആ പാർട്ടിയിലുണ്ടെങ്കിൽ അവരാണ് ആദ്യം തിരുത്തേണ്ടത്. എത്രയെത്ര നേതാക്കൾ വന്നുപോയ പാർട്ടിയാണ് കോൺഗ്രസ്. ഏതെല്ലാം നേതാക്കൾ ഏതെല്ലാം വിവാദങ്ങളിൽപ്പെട്ട് നിലംപരിശായ പശ്ചാത്തലം പോലും ആ പാർട്ടിക്കുണ്ട്. എന്നിട്ട് ആ പാർട്ടി തീർന്നു പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനാൽ മാത്രം മുന്നോട്ടു പോയ ചരിത്രമാണോ കേരളത്തിൽ കോൺഗ്രസ്സിന് ഉള്ളത്? ഇന്നലെ ഉയർന്നു പൊങ്ങി ഇന്ന് അവസാനിച്ച ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണോ കോൺഗ്രസിൻ്റെ ആകെയുള്ള പ്രതീക്ഷ? നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ മുന്നോട്ടു പോക്കിന് ഒരു ബാധ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കേസും കേസാകാത്ത അനേകം ആരോപണങ്ങളും. അയാളെ ഇനിയും ചുമന്നു നടന്നാൽ ഇനിയും ഉയർന്നു വരുന്ന പരാതികൾക്ക് ആ പാർട്ടി ഒന്നാകെ മറുപടി പറയേണ്ടി വരും. മുന്നണി ഒന്നാകെ അതിൻ്റെ കുരുക്കിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരും. എല്ലാം CPMൻ്റെ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാലൊന്നും ഇതിൽ നിന്ന് തലയുരുക എളുപ്പമായിരിക്കില്ല. രാഹുലിനെ മാറ്റി നിർത്തിയാൽ രാഹുലിനെ വെച്ചുള്ള ആക്രമണങ്ങളുടെ ശേഷിയും ഇല്ലാതാകും. ഇപ്പോൾ അയാൾ പാർട്ടിയിൽ ഇല്ലല്ലോ എന്നൊക്കെ പറയാമെങ്കിലും അയാളെ ഇപ്പോഴും കോൺഗ്രസ് കൊണ്ടു നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊട്ടുന്ന ഏത് ബോംബിൻ്റെയും ചീളുകൾ കോൺഗ്രസിൻ്റെ മുഖത്തു കൊള്ളും. ഒരു സ്ഥിര കുറ്റവാളിയെ കൊണ്ടു നടക്കാൻ പറ്റുന്ന പാങ്ങിപ്പോൾ പാർട്ടിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ ആളുകൾക്ക് കൊള്ളാം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.